ഇന്ന് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കിയല്ലോ. ആദ്യം ഒരു കുക്കർ എടുത്ത് ഒരു ഗ്ലാസ് പരിപ്പ്, നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ സാമ്പാർ വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാനൊരു ഗ്ലാസ് പരിപ്പ് എടുത്തുള്ളൂ. നന്നായി കഴുകി ഒരു തക്കാളി മുറിച്ച് ആഡ് ചെയ്ത്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടിയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് നന്നായി മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കുക്കർ നന്നായി അടച്ചിട്ട് ഒരു 3 വിസിൽ, നല്ല കട്ടിയുള്ള പരിപ്പാണെങ്കിൽ 3 വിസിൽ, അല്ലെങ്കിൽ 2 വിസിൽ അടിക്കുന്ന വരെ വേവിച്ചെടുക്കാം. നമ്മളെ കയ്യിൽ ഏത് സാമ്പാർ കഷ്ണമാണോ ഉള്ളത്, അത് ഏത് വെജിറ്റബിൾ ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുക്കറൊക്കെ അടിച്ച് നന്നായി പാകത്തിന് വേവായിട്ട് പരിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിന് ഒരു പുളി ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള പുളി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. കൂരില്ലാത്ത പുളി ആയതുകൊണ്ട് തന്നെ ഞാനത് മൊത്തം ആഡ് ചെയ്ത്. പിന്നെ നമുക്കിത് താളിക്കാനുള്ള സാധനങ്ങളാണ് കടുകും ഉലുവയും കായപ്പൊടി, സാമ്പാർ പൊടി, കറിവേപ്പില ഒക്കെ ഇട്ട് നമ്മളിത് താളിച്ചെടുക്കുകയാണ്. അതിൽ ഞാൻ വറ്റൽമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൽ വെണ്ടക്ക ആഡ് ചെയ്യില്ല. ആ സമയത്ത് വെണ്ടക്ക ആഡ് ചെയ്താൽ സാമ്പാർ അതിൻ്റെ രീതി മാറിപ്പോവും, കട്ടിയായിപ്പോവും. അപ്പോൾ ഞാൻ താളിക്കുന്ന സമയത്ത് വെണ്ടക്ക ആഡ് ചെയ്ത്. ഇങ്ങനെയൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കൂടുതൽ വെജിറ്റബിളൊന്നും ഞാനിതിൽ ആഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. താങ്ക് യു.